ഒരിക്കലൊരിടത്തൊരു കർഷകനുണ്ടായിരുന്നു. അയാൾക്ക് ഭാര്യയും ഒരു മകളും മകൾക്ക് ഒരു കാമുകനും ഉണ്ടായിരുന്നു. അയാൾ അവളെ വിവാഹം കഴിക്കണമെന്ന ഉദ്ദേശത്തോടെ എല്ലാ സായാഹ്നങ്ങളിലും അവരെ സന്ദർശിച്ച് അവരോടൊപ്പം അത്താഴം കഴിക്കുമായിരുന്നു. അത്താഴത്തിനൊപ്പം ബിയർ കഴിക്കുന്ന ശീലമുണ്ടായിരുന്നതിനാൽ എന്നും അദ്ദേഹത്തിൻ്റെ മകൾ നിലവറയിൽ നിന്ന് ബിയർ പകർന്നു കൊണ്ടുവരാൻ പോകുമായിരുന്നു. ഒരു ദിവസം അവൾ ബിയർ പകർന്നെടുക്കാൻ പോയപ്പോൾ നിലവറയുടെ മേലെയുള്ള തുലാത്തിൽ ഒരു കൊട്ടുവടി ഇരിക്കുന്നത് കണ്ടു. വളരെ വളരെ കാലമായി അത് അവിടെ ഇരിക്കുന്നതായിരിക്കുമെന്ന് അവൾ ചിന്തിച്ചു. അല്ലെങ്കിൽ ഒരുപക്ഷെ ഇത്രയും കാലം അവൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കുകയില്ല. അവൾ വീണ്ടും വീണ്ടും ആ വലിയ കൊട്ടുവടിയെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. ആ കൊട്ടുവടി അവിടെ ഇരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അതുമൂലമുണ്ടാവുന്ന അപകടത്തെക്കുറിച്ച് അവൾ ആലോചിച്ചു. അവൾ സ്വയം പറഞ്ഞു, അല്ല, ഞങ്ങൾ രണ്ടുപേരും വിവാഹം കഴിച്ച് ഞങ്ങൾക്കൊരു മകനുണ്ടാവുകയാണെങ്കിൽ അവൻ വളർന്നു വലുതായി എന്നെപ്പോലെ നിലവറയിൽ ബിയർ പകരാൻ വരുമ്പോൾ അവൻ്റെ തലയിൽ ഈ കൊട്ടുവടി വീണാൽ അവൻ മരിച്ചു പോകുമല്ലോ. എന്തു കഷ്ടമാണെൻ്റെ ഈശ്വര. അവൾ കയ്യിലുണ്ടായിരുന്ന മെഴുകുതിരിയും പാത്രവും താഴെ വെച്ച് കരയാൻ തുടങ്ങി. ബിയർ പകർന്നു കൊണ്ടുവരാൻ പോയ മകളെ വളരെ നേരമായിട്ടും കാണാതായപ്പോൾ അവൾക്ക് എന്തു പറ്റിയെന്നറിയാൻ അമ്മ നിലവറയിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ നിലത്തിരുന്ന് ഏങ്ങിക്കരയുന്ന മകളെയാണ് കണ്ടത്. എന്താ എന്താ കാര്യം മോളെ? അമ്മ ചോദിച്ചു. എൻ്റെ പൊന്നമ്മച്ചി, നോക്കൂ, മുകളിലിരിക്കുന്ന ആ കൊട്ടുവടി. അതേ, ഞങ്ങൾ കല്യാണം കഴിച്ച് ഞങ്ങൾക്കൊരു മകനുണ്ടായി. അവൻ വലുതായി ബിയർ പകരാൻ വരുമ്പോൾ ആ കൊട്ടുവടി തലയിൽ വീണ് അവൻ മരിക്കില്ലേ എന്ന് പറയലും മകൾ വീണ്ടും പൊട്ടിക്കരയാൻ തുടങ്ങി. അയ്യോ എൻ്റെ പൊന്നുമോളെ എന്നും പറഞ്ഞ് അമ്മയും നിലത്തിരുന്ന് അവളെ കെട്ടിപ്പിടിച്ച് ഏങ്ങി ഏങ്ങി കരയാൻ തുടങ്ങി. കുറേ നേരമായിട്ടും കാത്തിരുന്നിട്ട് അമ്മയെയും മകളെയും കാണാതായപ്പോൾ പെൺകുട്ടിയുടെ അച്ഛൻ അവർക്ക് എന്തു പറ്റിയെന്നറിയാതെ ഭയന്ന് നിലവറയിലേക്ക് ചെന്നു. അപ്പോൾ അയാൾ കണ്ടത് കെട്ടിപ്പിടിച്ച് അലമുറയിട്ട് കരയുന്ന ഭാര്യയെയും മകളെയുമാണ്. എന്തു പറ്റി നിങ്ങൾക്ക്? എന്താ ഇനി പറ്റാൻ? അമ്മ പറഞ്ഞു. നോക്കിയേ, മുകളിലിരിക്കുന്ന ആ വലിയ കൊട്ടുവടി. നമ്മുടെ മോളും അവളുടെ കാമുകനും കല്യാണം കഴിച്ച് അവൾക്കൊരു മകനുണ്ടായി എന്ന് ചിന്തിച്ചേ. എന്നിട്ടവൻ ബിയർ പകരാൻ ഇവിടെ വരുമ്പോൾ ഈ കൊട്ടുവടി തലയിൽ വീണവൻ മരിച്ചാൽ എന്തു ചെയ്യും എൻ്റെ ഈശ്വര എന്ന് പറഞ്ഞവൾ പൊട്ടിക്കരഞ്ഞു. എൻ്റെ പൊന്നേ, നാം എന്തു ചെയ്യും എന്ന് പറഞ്ഞ് അമ്മയും അച്ഛയും മകളോടൊപ്പം നിലത്തിരുന്ന് കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. വളരെ നേരം കഴിഞ്ഞിട്ടും നിലവറയിൽ പോയ ആരും വരാതായപ്പോൾ ആ ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് നിലവറയിലേക്ക് ചെന്നു. അപ്പോൾ അയാൾ അവിടെ കണ്ടത് കെട്ടിപ്പിടിച്ചു കരയുന്ന 3 പേരെയാണ്. ബിയർ വീപ്പയിൽ നിന്നൊഴുകി തറ മുഴുവനും പരന്നു കിടക്കുകയാണ്. അയാൾ നേരെ ചെന്ന് വീപ്പയുടെ ടാപ്പടച്ചു. നിങ്ങൾ എന്തിനാണ് കരയുന്നത്? ബിയർ മുഴുവനും നിലത്ത് പോയല്ലോ, ആ ചെറുപ്പക്കാരൻ ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ നോക്കൂ, ആ കൊട്ടുവടി. നിങ്ങൾ എൻ്റെ മകളെ വിവാഹം കഴിച്ച് നിങ്ങൾക്കൊരു മകനുണ്ടായി. അവൻ വലുതായി ഇവിടെ ബിയർ പകരാൻ വരുമ്പോൾ ഈ കൊട്ടുവടി അവൻ്റെ തലയിൽ വീണവൻ മരിക്കില്ലേ? ഇത്രയും പറഞ്ഞതും അയാൾ അലമുറയിട്ട് കരയാൻ തുടങ്ങി. 3 പേരും ഒരുപോലെ കരയാൻ തുടങ്ങി. ചെറുപ്പക്കാരൻ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. എന്നിട്ട് അയാൾ ആയാസപ്പെട്ട് മുകളിലേക്ക് കയറി ആ കൊട്ടുവടി എടുത്ത് താഴെ വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഒട്ടേറെ ദൂരങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട്. എന്നാൽ നിങ്ങളോളം ബുദ്ധിയില്ലാത്തവരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടുമുട്ടിയിട്ടില്ല. ഞാൻ ഇപ്പോൾ തന്നെ ഒരു യാത്ര പുറപ്പെടാൻ പോവുകയാണ്. നിങ്ങളെപ്പോലെ വകതിരിവില്ലാത്ത 3 പേരെ കണ്ടുമുട്ടി കഴിയുമ്പോൾ ഞാൻ തിരിച്ചു വന്ന് നിങ്ങളുടെ മകളെ വിവാഹം ചെയ്യാം. അയാൾ അവരോട് യാത്ര പറഞ്ഞ് പുറപ്പെട്ടു. അപ്പോഴും അവർ 3 പേരും വീണ്ടും കരച്ചിലാരംഭിച്ചു. ഇപ്പോൾ അവർ കരഞ്ഞത് അവർക്ക് ആ ചെറുപ്പക്കാരനെ നഷ്ടപ്പെട്ടുവല്ലോ എന്നോർത്താണ്. അയാൾ യാത്ര തുടർന്നു. വളരെയധികം ദൂരം പിന്നിട്ടതിന് ശേഷം അയാൾ ഒരു സ്ത്രീയുടെ വീടിനരികിൽ എത്തിച്ചേർന്നു. ആ വീടിന് മുകളിൽ കുറേ പുല്ല് വളർന്ന് നിൽപ്പുണ്ടായിരുന്നു. ആ സ്ത്രീ കോണി വെച്ച് പശുവിനെ പുല്ല് തീറ്റിക്കാനുള്ള ശ്രമത്തിലാണ്. എന്നാൽ പശുവാകട്ടെ കോണിയിലൂടെ കയറാൻ കൂട്ടാക്കൊന്നുമില്ല. നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? അപ്പോൾ സ്ത്രീ പറഞ്ഞു, നോക്കൂ, എന്തു നല്ല പുല്ലാണ് ഈ വീടിന് മുകളിൽ നിൽക്കുന്നത്. ആ പുല്ല് തീറ്റാൻ പശുവിനെ മുകളിലേക്ക് കയറ്റാൻ ശ്രമിക്കുകയാണ് ഞാൻ. അതിനൊരു കുഴപ്പവും വരില്ല. ഞാൻ അതിൻ്റെ കഴുത്തിലൊരു കയറ് കെട്ടി അതിൻ്റെ മറ്റേ തല ചിമ്മിണിയുടെ ഭാഗത്തു കൂടി താഴേക്കിട്ട് എൻ്റെ കൈത്തണ്ടയിൽ കെട്ടും. അപ്പോൾ പിന്നെ ഞാനറിയാതെ അതിനൊന്നും സംഭവിക്കുകയില്ലല്ലോ. ഓ, നിങ്ങൾ എത്ര ബുദ്ധി കുറഞ്ഞവരാണ്, ചെറുപ്പക്കാരൻ പറഞ്ഞു. നിങ്ങൾക്ക് ആ പുല്ല് അരിഞ്ഞിട്ട് കൊടുത്തൂടെ? എന്നാൽ ആ സ്ത്രീ അതിനേക്കാൾ എളുപ്പം കോണിയിലൂടെ പശുവിനെ കയറ്റുന്നതാണെന്ന് വിശ്വസിച്ചു. പശുവിനെ ഒരു തരത്തിൽ ഉന്തിയും തള്ളിയും കെട്ടിടത്തിന് മുകളിൽ എത്തിച്ചു. അതിൻ്റെ കഴുത്തിൽ ഒരു കയറും മറ്റേ തല കൈത്തണ്ടയിലും കെട്ടി ചെറുപ്പക്കാരൻ അവിടെ നിന്നും അധിക ദൂരത്താവും മുന്നേ പശു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും മറിഞ്ഞു വീണു. കൈത്തണ്ടയിൽ ഒരറ്റം കെട്ടിയിരുന്നത് കൊണ്ട് പശുവിൻ്റെ ഭാരത്തിൽ സ്ത്രീ ഉയർന്നു ചിമ്മിണിയുടെ മുകളിൽ വീണ് പുകയിൽ ശ്വാസം മുട്ടി മരിച്ചു. എത്ര ബുദ്ധിയില്ലാത്ത സ്ത്രീ. ചെറുപ്പക്കാരൻ വീണ്ടും യാത്ര തുടർന്നുകൊണ്ടിരുന്നു. രാത്രിയിൽ തങ്ങാൻ ഒരു സത്രത്തിൽ എത്തിച്ചേർന്നു.
സത്രത്തിൽ നിറയെ ആളുകളുള്ളതിനാൽ അയാൾക്ക് 2 കിടക്കകളുള്ള ഒരു മുറിയിൽ തങ്ങേണ്ടി വന്നു. മറ്റേ കിടക്കയിൽ കിടന്ന മനുഷ്യൻ വളരെ സന്തുഷ്ടവാനായിരുന്നു. അതുകൊണ്ട് അവർ പെട്ടെന്ന് സുഹൃത്തുക്കളായി തീർന്നു. നേരം വെളുത്തപ്പോൾ ചെറുപ്പക്കാരൻ കണ്ട കാഴ്ച അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. മറ്റേ മനുഷ്യൻ അയാളുടെ പാൻറ് അലമാരയുടെ പിടിയിൽ തൂക്കിയിട്ടിരിക്കുന്നു. അയാൾ മുറിയിലൂടെ ഓടിച്ചാടി കാലുകൾ അതിൽ കടത്തുവാനാണ് നോക്കുന്നത്. ഏറെ ശ്രമിച്ചിട്ടും വസ്ത്രം ധരിക്കാൻ പറ്റാതെ അയാൾ തൂവാലയെടുത്ത് നെറ്റി തുടച്ചു. എൻ്റെ ചങ്ങാതി, ഈ പാൻസ് എത്ര വൃത്തികെട്ട വസ്ത്രമാണ്! ആരാ ഇങ്ങനൊരു വസ്ത്രം കണ്ടുപിടിച്ചേയാവോ? എല്ലാ ദിവസവും എൻ്റെ എത്ര സമയമാണ് ഇതൊന്ന് ഇടാൻ കളയുന്നതെന്നോ? അതുതന്നെയല്ല, ഇട്ടാലോ എന്ത് ചൂടാണ്! നിങ്ങൾ എങ്ങനെയാണ് ഇതിടുന്നത്? അയാൾ ചോദിച്ചു. ചെറുപ്പക്കാരൻ പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് എങ്ങനെയാണ് ഇടുന്നതെന്ന് കാണിച്ചു കൊടുത്തു. അപ്പോഴയാൾ നിരവധി പ്രാവശ്യം നന്ദി പറഞ്ഞു. കൂടാതെ ഇങ്ങനെ ഇത് ഇടുന്ന കാര്യം ആലോചിക്കുക പോലും ചെയ്തിട്ടില്ലെന്നും കൂടി പറഞ്ഞു. അങ്ങനെ മറ്റൊരു ബുദ്ധിയില്ലാത്തവൻ്റെ പ്രവൃത്തിയും കണ്ടു. ചെറുപ്പക്കാരൻ വീണ്ടും യാത്ര തുടർന്നു. അവസാനം അയാൾ ഒരു ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. ഗ്രാമത്തിന് പുറത്തായി ഒരു കുളമുണ്ടായിരുന്നു. അവിടെ നിരവധി ആളുകൾ നീളമുള്ള കൂന്തലുകളും കോലുകളുമെല്ലാം ഇട്ട് കുളത്തിലെന്തോ നോക്കുകയാണ്. ചെറുപ്പക്കാരൻ ചോദിച്ചു, എന്താ കാര്യം? അവർ പറഞ്ഞു, എന്താണ് കാര്യമെന്നോ? ചന്ദ്രൻ കുളത്തിൽ വീണു. ചന്ദ്രനെ ഇനിയും കുളത്തിൽ നിന്ന് പുറത്തെടുക്കാനായില്ല. ചെറുപ്പക്കാരൻ ഇത് കേട്ട് പൊട്ടിച്ചിരിച്ചു. നോക്കൂ, ആകാശത്തിലേക്ക് നോക്കൂ, അതാണ് ചന്ദ്രൻ. ഇത് ചന്ദ്രൻ്റെ നിഴൽ മാത്രമാണ്. അവൻ പറഞ്ഞത് കേൾക്കാൻ പോലും ശ്രദ്ധിച്ചില്ല. അവർ വീണ്ടും ചന്ദ്രനെ കുളത്തിൽ നിന്ന് പുറത്തെടുക്കാൻ ശ്രമിക്കുമ്പോൾ അയാൾ അവിടെ നിന്നും വേഗത്തിൽ യാത്ര തുടർന്നു. അപ്പോഴയാൾക്ക് മനസ്സിലായി, ആ വീട്ടിലുള്ള അല്പബുദ്ധികളേക്കാൾ ബുദ്ധിയില്ലാത്തവർ ഈ ലോകത്തിലുണ്ടെന്ന്. അങ്ങനെ അയാൾ തിരിച്ചു വന്ന് ആ കൃഷിക്കാരൻ്റെ മകളെ വിവാഹം കഴിച്ച് സസുഖം ജീവിച്ചു.